amazing. You should watch it. Yes, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി, ഒരു നല്ല എലമെൻസോട് കൂടിയ പടമാണ്. ജഗദീഷേട്ടൻ, അശോകേട്ടൻ ഇവരൊക്കെ 30s 40s നമ്മൾ കാണിച്ചു തന്ന കുറേ ചിരിപ്പിച്ച സിനിമകളുണ്ടല്ലോ. ഐ മീൻ അവരുടെ ആ ഏജിൽ എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ഓരോ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് എന്നാൽ പൊതുവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കഥയാണ്. കുഴപ്പമൊന്നും പറയാനില്ല, നല്ലൊരു കോമഡി. ചിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ചിരിക്കാറുണ്ട്. ആ വർക്ക് കോമഡി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ധീരെന്നുള്ള ടൈറ്റിൽ ഈ രാജേഷ് മാധവൻ്റെ ആ ഒരു പേരിനോട് ധീരെന്ന് കാണിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കൗതുകമുണ്ട്. ജയദീഷ് എല്ലാവരും, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ചിരിച്ചത് സുധീഷേൻ്റെ ക്യാരക്ടറാണ്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പടമാണ്. യെസ്, ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി, ഒരു നല്ല എലമെൻസോട് കൂടിയ പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫൺ കോമഡി, നല്ലൊരു കോമഡി ചിത്രം കേട്ടോ, മോശമൊന്നും പറയാനില്ല. പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. രാജേഷ് മാധവൻ നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. ജഗദീഷ് എടുത്ത് പറയേണ്ടത് നല്ലപോലെ ജഗദീഷ് നല്ലപോലെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നും പറയാനില്ല, നല്ലൊരു കോമഡി. ചിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ചിരിക്കാറുണ്ട്. ആ വർക്ക് കോമഡി വർക്ക് പോയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അതെ, എന്നാൽ വലിയ ഇതൊന്നുമില്ല. എന്ന് വെച്ചാലേ മോശമായിട്ടൊന്നും പറയാനില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിറ്റുവേഷൻ കോമഡിയൊക്കെ നന്നായിട്ട് വർക്ക് ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ചിരി ഉണ്ടായിരുന്നു തിയേറ്ററിൽ. കുഴപ്പമില്ല, നല്ല പടം, നല്ലൊരു കോമഡി പടം. പടം അടിപൊളിയാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടതിന് എക്സ്പീരിയൻസ് ചെയ്യും. ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലിന്ന് മാത്രമല്ല, എല്ലാത്തരം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ. എല്ലാം അടിപൊളിയാണ്. താങ്ക് യു. അടിപൊളിയായിട്ട് ഹിറ്റടിച്ചു, ഒന്നും പറയാനില്ല. ഞെട്ടിച്ചു, ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. അതുപോലെ തന്നെ ദേവദത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് തുടക്കം. പടം ഒന്നാം തന്നെ ധീരെന്നുള്ള ടൈറ്റിൽ ഈ രാജേഷ് മാധവൻ്റെ ആ ഒരു പേരിനോട് ധീരെന്ന് കാണിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കൗതുകമുണ്ട്. നല്ല രസകരമായ ഒരു സിനിമ. നമുക്ക് ഒരു 90s കോമഡിയുടെ വൈബൊക്കെ ആയിട്ട് ഒരു ന്യൂജൻ ടീം ചേരുമ്പോഴുള്ള ആ ഒരു വൈബാണ്. ചില ഫസ്റ്റ് ഹാഫിൽ ഉടനീളം ചിരിയായിരുന്നു. സെക്കൻഡ് ഹാഫിലാകുമ്പോൾ കുറച്ചൊരു ഒരു ത്രില്ലിംഗ് മോഡിലേക്ക് പോയി. മൊത്തത്തിലാണെങ്കിൽ ഒരു അടുത്തടുത്ത് ഇറങ്ങിയാൽ നല്ല ടൈം പാസ് ആയിട്ട് ഒരു ഫ്രീ ഫണ്ണായിട്ടുള്ള കോമഡി ആയിട്ടുള്ള സിനിമ കാണണമെങ്കിൽ ധീരൻ തീർച്ചയായിട്ടും കാണണം. അതിൽ ഏറ്റവും രസകരമായത് സുധീഷ്, ജഗദീഷ്, മനോജ് കെ ജൻ ഇവരുടെ പഴയ ആൾക്കാരുടെ ഒരു വേറിട്ട ഒരു ഗെറ്റപ്പ് കാണാൻ പറ്റി. അതിൽ വിനീത് തികച്ചും ഇതുവരെ വിനീതിനെ കാണാത്ത രീതിയിലുള്ള വേഷം തന്നെയായിരുന്നു. അങ്ങനെ പുതിയ ജനറേഷനും പഴയ ജനറേഷനും ഒരുപോലെ ആസ്വദിക്കാവുന്ന രീതിയിൽ നല്ല കോമഡി ഫൺ പോലെയാണ് വന്നിരിക്കുന്നത്. It's definitely worth watching once. Family entertainment ആണ്. എല്ലാവരും, you can go with your family. പിള്ളേരും, adults, everyone will love the movie. It's amazing. You should watch it. ഗംഭീര സിനിമ എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ദേവദത്ത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. സ്ക്രിപ്റ്റ് ആയാലും വിനീത്, അതുപോലെ അശോകൻ, ജഗദീഷ് ചേട്ടൻ, മനോജ് കെ ജയൻ, അവരുടെ ആ പഴയകാല നായകന്മാർ ഈ പ്രായത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഗംഭീര സിനിമയായിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ഗംഭീരമായിട്ടുണ്ട്. ആൾ ആദ്യമേ ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു പോകുന്ന ആളാണല്ലോ. ആ രീതിയിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫണ്ണാണ് ബേസിക്കലി. ഇവർ ഈ ജഗദീഷ് ചേട്ടൻ, അശോകേട്ടൻ ഇവരൊക്കെ 30s 40s നമ്മൾ കാണിച്ചു തന്ന കുറേ ചിരിപ്പിച്ച സിനിമകളുണ്ടല്ലോ. ഐ മീൻ അവരുടെ ആ ഏജിൽ എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ഓരോ ക്യാരക്ടറിനും അവരുടേതായിട്ടുള്ള സ്റ്റോറി ലൈൻ കൊണ്ടുവന്ന് എന്നാൽ പൊതുവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു കഥയാണ്. ആൻഡ് സുരമ്യ ചെയ്ത അശ്വതി ആൻഡ് ധീരനായിട്ട് വന്ന രാജേഷ് ചേട്ടൻ ഇവരെല്ലാവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസും അടിപൊളിയാണ്. ആൻഡ് ഓരോ ക്യാരക്ടറിനും കൊടുത്തിരിക്കുന്ന ഒരു ബേസ് സ്റ്റോറി അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും ചിരിച്ച് കാണാൻ പറ്റിയ സിനിമയാണ്. ചിരിക്കാൻ ആർക്കും ഇഷ്ടമല്ലാത്ത, സോ ഫണ്ണാണ്. അയ്യോ നല്ല രസമാണ്. അത് ലുക്ക് തന്നെ ഭയങ്കര രസമായിട്ടുണ്ട്. ആൻഡ് എല്ലാവരും, ഇപ്പോൾ വിനീതേട്ടനാണെങ്കിലും പിന്നെ ആരാ ഇതിനകത്ത് എനിക്കറിയില്ല, വില്ലൻ ക്യാരക്ടർ ചെയ്ത ആളുടെ പേരെനിക്കറിയത്തില്ല, ശരവണൻ എന്നുള്ള ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരനാണെങ്കിലും എവ്രിബഡി നന്നായിട്ട്. ഇതിനകത്ത് കുറച്ച് ലേഡീസാണ് ഉള്ളത്, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ നമ്മൾ ഒരു പഴയ ഒരു പ്രിയദർശൻ സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെ എല്ലാവരും ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഉണ്ടാകുന്ന കൂട്ടപ്പൊരിച്ചിലും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ആയിട്ട് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ഫേവറേറ്റ് പടം ഇൻഹരിയർ നായർ, രാംജി റാവ് സ്പീക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിനുള്ള ഒരു ട്രിബ്യൂട്ട് പോലെയുള്ള കോമഡി, ക്രൗഡ് കോമഡിയൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ചിരിച്ച് കാണാവുന്ന ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട് ധീരൻ.